നമുക്കൊരു ഫോട്ടോ എടുത്താലോ? നിന്റെ ബുക്കിലെ ഫോട്ടോ പോലെ. ഇത് കല്യാണം കഴിച്ചാൽ എടുക്കുന്ന ഫോട്ടോ അല്ലേ? അങ്ങനൊന്നുമില്ല, ഫോട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്ക് നിന്റെ ബുക്കിൽ ഒട്ടിച്ചു നോക്കാം. പക്ഷെ ഫോട്ടോന് കുറെ കാശാവില്ലേ? അങ്ങനെയൊന്നുമില്ല, ഫോട്ടോയ്ക്ക് 5 രൂപയല്ലേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ ക്ലാസ് ഫോട്ടോയ്ക്ക് എടുത്തല്ലേ, അത് നമുക്ക് ഒപ്പിക്കാം. വയലിനക്കരെ കവലയുടെ അടുത്തായിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? മന്ദാരക്കാറ്റ് കതിരോലത്തേരിൽ നാടൊന്നു കാണാൻ പോകാം. മറ്റാരും കാണാതെ പുഴയോടും ചൊല്ലാതെ നേരത്തെ കാലത്തെ പോകാം. എന്താ, എന്ത് വേണോ? ഒരു ഫോട്ടോ എടുക്കണം. ആരുടെ? ഞങ്ങളുടെ. ഓ, ഹാഫ് ഫുള്ളോ? വല്ല അപേക്ഷയുടെയും കൂടെ അയക്കാനുള്ളതാണോ? ദാ ഫോട്ടോ പോലെ. ആഹാ, വാ, അകത്തേക്ക് വാ, വാ, അകത്തേക്ക് വാ. ആ റൂമി കണ്ണാടി ചിപ്പും പൗഡറും ഒക്കെ ഉണ്ട്. പെണ്ണ് ചെറുക്കിന് പോയി ഒരുങ്ങിയിട്ട് വന്നേ. വേന്നേട്ടെ, വാ. വാ, അവിടെ പോയിരിക്കും. ചേർന്നിരിക്കേ. ഈ കൈ പുറോട്ട് വെച്ചേ. ആ, അങ്ങനെ. ചുന്ദരിയായിട്ടുണ്ടല്ലോ. നീയും കൊള്ളാടാ. ആ, കണ്ണി ചിമ്മരുത്, കണ്ണി ചിമ്മരുത്, അനങ്ങരുത്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. സ്മൈൽ, സ്മൈൽ. അപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വാ. വരുമ്പോ ഒരു 25 രൂപയും എടുത്തു. നമ്മൾ കുട്ടികളായതുകൊണ്ട് അയാൾ പറ്റിക്കായിരിക്കും. നീ ഒരു 10 രൂപ ഒപ്പിക്കോ?
കിട്ടിയോ? എത്രയുണ്ട്? ഇന്നില്ല. നിന്റെ കയ്യിൽ എത്രയുണ്ട്? കാശൊന്നും കിട്ടിയില്ല. പിന്നെ 5 6.5 രൂപയും 2 കോഴിമുട്ട. ഇതുകൊണ്ടൊന്നും ആവില്ല ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ. എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇത്രയും പണിയും ചെയ്യിച്ച് പ്രിന്റ് കൊടുത്തിട്ട്? ഞങ്ങളുടെ കയ്യിൽ ഇല്ല. എന്നാ ഞാൻ സ്കൂളിലേക്ക് വരാം. കാശ് ടീച്ചർ തരട്ടെ. അയ്യോ, അത് വേണ്ട. പിന്നെ എനിക്കെന്നെ കാശ് കിട്ടണം. ശരി, എന്നാ പിന്നെ നമുക്കൊരു ഫോട്ടോ കൂടി എടുക്കാം. അതെന്തിനാ? അത് എനിക്കിവിടെ ചില്ലിട്ട് വെക്കാം. മോളുവാ, മോനിവിടെ നിൽക്കേ. കണ്ണൊക്കെ തുടച്ച് മിടുക്കിയായിട്ട് നിൽക്കും. ഫോട്ടോയിൽ കാണാൻ ഭംഗി വേണ്ടേ? ആ, അങ്ങനെ സ്മൈൽ. ഇനി ഒരു കാര്യം ചെയ്യ്. മോളെ യൂണിഫോം ഇരിക്കേ. ഞാനും വരാൻ വീട്ടിലേക്ക്. മോളുടെ അമ്മ തരട്ടെ കാശ്. വേഗം പറയുന്നത് കേട്ടാ വേഗം വീട്ടിൽ പോകാം.